ഈ ഇന്റർവ്യൂ ആരും കാണരുത്, കണ്ടാൽ നിങ്ങൾ പിന്നെ പടം കാണൂല. ഇത് പകുതി കട്ട് ചെയ്തിട്ട് സഭ്യമായതും അനുയോജ്യമായതും മാത്രം പുറത്തു വിടുക. ഞാൻ വരെ പറയട്ടെ, ഇപ്പൊ ഡാൻസ് കളിക്കുന്ന, ഫൈറ്റ് ചെയ്യുന്ന, സ്വാഗ് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, തമാശ ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അങ്ങനെ അതെല്ലാം ഇവൻ തന്നെ ചെയ്തു. കുറച്ചായി ഇവരുടെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പറ്റും, അതാണ് പോയിന്റ്. ഒരുമാതിരി തോന്നിയ തേങ്ങ പറിക്കാൻ വരുന്ന ഓ മൈ കോക്കനട്ട്. അവിടെ കഥ എന്റെ പ്ലൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഇന്റർവ്യൂ പോലെയല്ല, ഭയങ്കര ഫണ്ണാണ്. ഇതിപ്പോ ഇച്ചിരി ചീഞ്ഞ കോമഡി അല്ലേ, അതിനകത്ത് കുറച്ചുകൂടെ നേരത്തെ അഭിനയിച്ചൊരു കുറ്റബോധം. ഇതൊക്കെ പുറത്ത് ടിവിയിൽ ആൾക്കാരെ കാണൂടാ, അലമ്പാവല്ലേ എന്ത് നിങ്ങൾ ഈ ടീമിനെ അയാളെ പറഞ്ഞുവിടാവും. സ്വന്തം പ്രൊഡ്യൂസറുടെ പടം അവന്റെ അച്ഛൻ ഇതിനടിയിൽ വരുന്ന കമന്റ് എന്ന് അറിയോ, നല്ല ബോർ ആക്ടിങ്. ഞങ്ങളുടെ മനസ്സിലേക്ക് ഒക്കെയില് വെള്ളമില്ല, കാളകളെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എനിക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്, എന്റെ ടീം കഥ കേട്ടിട്ട് ഞാൻ പച്ചാളം പാസ് കുറെ പടങ്ങൾ വരണമെങ്കിൽ ഈ പടം ഹിറ്റാണ് പറഞ്ഞു കൊടുക്കടാ. ഈ പടം എല്ലാരും പോയി അന്യഗ്രഹ ജീവികൾക്ക് മലയാള സിനിമയിൽ എന്താണ് കാര്യം എന്നുള്ള ചോദ്യം ആണ് ഈ ഒരു സിനിമ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. മൂവി വേൾഡ് മീഡിയ വീണ്ടും ഒരു ഗെയിം എപ്പിസോഡായിട്ട് എത്തിയിരിക്കുകയാണ്. മൂവി വേൾഡ് മീഡിയ പ്രസൻസ് അടിച്ചുപോരെ. അടിപൊളി അടിപൊളി നന്ദി. അപ്പൊ നമ്മള് ഇന്ന് ഇപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ അന്യഗ്രഹ ജീവികൾക്ക് ഇവിടെ എന്താണ് കാര്യം അല്ലെ, ഞങ്ങള് പ്ലൂട്ടോയുടെ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു വെൽക്കം, വാം വെൽക്കം. നമ്മള് തന്നെ നമ്മുടെ ഈ ഗെയിം സോണില് പ്രധാനമായിട്ട് നമുക്ക് 2 റൗണ്ടുകളാണ് ഉണ്ടാവുക. അപ്പോ ആർക്കാണോ ഉത്തരം ആദ്യം അറിയുന്നത് അവർ ബസർ അടിക്കുക, അവർക്കാണ് ഉത്തരം പറയാനുള്ള അധികാരം, അവർ പോയിന്റ് വിൻ ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂളാണ്. എല്ലാ ചോദ്യവും എങ്ങനെയാണോ? അപ്പൊ ഞങ്ങള് നിങ്ങളെ 2 ടീമായിട്ട് തിരിക്കുകയാണ്. ഈ ടീമിന്റെ ക്യാപ്റ്റൻ അജു വർഗീസ് ആണ്. ഈ ടീമിന്റെ പേര് നമ്മൾ നിഹാലിന്റെ ക്യാപ്റ്റനായിട്ട് അവരോധിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഈ ടീമിന്റെ പേരാണ് റിയൽ ഫൈറ്റേഴ്സ്. ഈ ടീമിന്റെ ക്യാപ്റ്റൻ ഒബിയസ്ലി ദ വൺ ആൻഡ് ഓൺലി വെരി 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 ടാലന്റഡ് നീരജ് മാധവ്. ഞങ്ങളുടെ ഏക സ്ത്രീ സാന്നിധ്യം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആർഷെ ക്യാപ്റ്റൻ. ടീമിന്റെ പേര് വേണ്ടേ? ടീമിന്റെ പേരാണ് റോയൽ വാരിയേഴ്സ്. ഈ പേരിന്റെ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? റിയൽ ഫൈറ്റേഴ്സിന് മലയാള സിനിമയില് ഏലിയൻസ് വരുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് റെഡ് റെയിനിൽ ഏലിയൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 9 ഏലിയൻ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഗഗനചാരിയിൽ ഏലിയൻ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമ മൊത്തം എടുത്തു നോക്കിയാൽ ഏലിയൻ സാന്നിധ്യം ഉണ്ട്. ആദ്യം പറഞ്ഞതാ റെഡ് റെയിനിൽ ഏലിയൻ സാന്നിധ്യം ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഏലിയനെ കാണാൻ പറ്റുന്നത് നമുക്ക് ട്രെയിലറിൽ. ട്രെയിലറിലുള്ളത് തന്നെയാണോ സിനിമയും പറയാൻ ഉദ്ദേശിക്കുന്നത്? അതെ, ഒന്നുകൂടി വിവരിച്ചാലല്ലോ. ട്രെയിലറുള്ളത് തന്നെയാണ് സിനിമയിൽ പറയുന്നത്. അത് കഴിഞ്ഞ് വെള്ളം ഇറക്കി കഴിഞ്ഞതിന് ശേഷം ബേസിക്കലി ഏലിയൻ, നമുക്ക് ഏലിയനെ കൊണ്ടുവന്ന് കേരളത്തിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടം പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ബേസിക്കലി ഇറ്റ്സ് എ കോമഡി മൂവി ആൻഡ് ഇറ്റ്സ് എൻ എന്റർടൈനർ. അപ്പം പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, തമാശ ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അങ്ങനെ അതെല്ലാം ഇവൻ തന്നെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ഒരു ദിവസം ഷൂട്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. ഇനിയിപ്പോ നമ്മൾ എല്ലാരും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അതൊരു ഫൺ പടം ആണ്. അത്രേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഇല്ല. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ഈ ജോണറിൽപ്പെട്ട പടങ്ങളാണ് CID മ്യൂസിയം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇപ്പൊ അടികപ്പേര്, കൂട്ടമണിയൊക്കെ കണ്ടിഷ്ടപ്പെട്ട ആ ജോണേഴ്സ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും.
അത് ചേട്ടാ തമിഴിലും ഹിന്ദിയിലും പോയിട്ട് അഭിനയിച്ച് അവിടെ ഒരു പേരുണ്ടാക്കി ഇവിടെ വന്നിട്ട് നായകനാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ആണ്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയ പ്രകാരം നീരജ് മാധവ് എന്നുള്ള ആള് NGO ഒക്കെ ആവുന്നതിന് മുമ്പേ നിങ്ങൾ സൗഹൃദത്തിലുള്ള ആളാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഇന്നിപ്പോ സിനിമ ആടുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ ആക്ടറായിട്ട് അറിയാമെങ്കിലും ഇന്ത്യ മൊത്തം ഇദ്ദേഹം ഏറ്റവും അറിയപ്പെടുന്ന ഒരു റാപ്പറാണ്, അറിയപ്പെടുന്ന ഒരു പെർഫോമറാണ്. ആ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വളർച്ചയെ എങ്ങനെ നോക്കുക? ഇതൊക്കെ എന്റെ കാണുമെന്നുള്ളൊരു ആത്മസംതൃപ്തിയില്ല. പണ്ട് അങ്ങനെ പാട്ട് പാടുന്ന ഒരാളെ എനിക്കറിയില്ല. ഡാൻസ് ചെയ്യുന്ന ആള് ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്ത ഡാൻസർ, വളരെ മികച്ച ഡാൻസറാണ്. അത് എനിക്ക് തോന്നുന്നു ഇൻഫാക്ട് ആ സൈഡ് പുള്ളിയുടെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഡാൻസ് ഈ പടത്തിൽ ഒരു ഡാൻസ് അദ്ദേഹത്തിനാണോ അദ്ദേഹത്തിന്റെ കൊറിയോഗ്രഫി? അല്ല അങ്ങനെയല്ല കേട്ടോ, സത്യമായിട്ടും അങ്ങനെ. ഇത് റൈറ്റർ അവിടെ ഒരു പാട്ട് വേണം, ഒരു പാർട്ടി നടക്കുവാണ്, ഒരു കോസ്റ്റ്യൂം പാർട്ടി നടക്കുന്നുണ്ട്. അവിടെ ഒരു DJ പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ മലയാള സിനിമയിൽ നമുക്ക് സിറ്റുവേഷൻ ഇല്ലാണ്ട് പാട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. തമിഴിലൊക്കെ നേരെ നായകൻ കണ്ടുപിട്ടി കട്ട് ചെയ്ത് അങ്ങോട്ട് പോവാം. അതെ അതെ അതെ, നമുക്കത് പറ്റാതെ ഞാൻ പല പടത്തിലും ചോദിച്ചു നോക്കി, പക്ഷെ അങ്ങനെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അവിടെ ഒരു ഡാൻസിനുള്ള അവസരം ഉണ്ടായി. ഡാൻസ് ആണ്. അപ്പൊ നമുക്ക് റൗണ്ടിലേക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോവാം. റൗണ്ടിന്റെ പേര് ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. അത് ചേട്ടൻ ഈ ഗെയിം ഒരു വട്ടം കളിച്ചിട്ടുണ്ട്. അതായത് വളരെ സാമ്യമുള്ള രണ്ട് സിനിമകൾ, അതായത് കഥാപരമായിട്ടോ അല്ലെങ്കിൽ കഥാപാത്രപരമായിട്ടോ അല്ലെങ്കിൽ ഒരു സാധനമായിട്ടോ ഒക്കെ ആയിട്ട് രണ്ട് സിനിമയിൽ രണ്ട് കണക്ഷൻ ഉണ്ടാവും. ആ രണ്ട് സിനിമകൾ ഏതാണെന്ന് ഞങ്ങൾ വൺ ലൈനിൽ വെച്ച് പറയും. ആ രണ്ട് സിനിമകൾ ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. കുറച്ചുകൂടി രണ്ട് സിനിമകളും ഒരു ടീം പറയണം. പറഞ്ഞുതരാം. ട്രയൽ നടത്താം. ഓക്കെ. ഒരു നാട്ടിൽ പുലി ഇറങ്ങുന്നു. ആ പുലിയെ പിടിക്കാൻ വരുന്ന ആൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു. സ്വന്തം അച്ഛനെ കൊന്ന പുലിയെ വേലെറിഞ്ഞു കൊല്ലുന്ന നായകൻ. രണ്ട് സിനിമകളുടെ കഥയുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് സിനിമകളുടെ കഥയുണ്ട്. രണ്ട് സിനിമയും പറയണം. പുലിമുരുകൻ, രണ്ടാമത്തെ പടം സ്വന്തമായിട്ട് പറഞ്ഞു. എന്റെ കുട്ടി ഒരാള് രണ്ട് ഉത്തരവും പറയണം. ഒരാള് നിങ്ങൾ മൂന്നുപേരും ഒരു ടീം, ഇതൊരു ടീം. പോയിന്റ് ഇല്ല. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നാലിടാം. ഇല്ല ഇല്ല, പാസ് നമ്മൾ പാസ് പറഞ്ഞാലല്ലേ അവർക്ക് പറയാൻ പറ്റൂ. അതെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിച്ചോളൂ. നായികയെ ഇംപ്രസ് ചെയ്യാൻ ശബരിമലയ്ക്ക് മാലയിടുന്നു, അവിടുന്ന് അങ്ങോട്ട് വലിയ പൊല്ലാപ്പാകുന്നു. നായിക പറഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്നു, അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ പൊല്ലാപ്പാകുന്നു. അജു ചേട്ടാ അടിക്കണ്ടേ? അല്ലല്ല ആലോചിച്ച് കഴിഞ്ഞാൽ പറയണം. ചിന്താവിഷ്ടയ ശ്യാമള. മറ്റേതും ശ്രീനിവാസൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. രണ്ടാമത്തെ അല്ല പെട്ടെന്ന് പറ. ഒന്നുകൂടെ പറയാം. നായികയെ ഇംപ്രസ് ചെയ്യാൻ ശബരിമലയ്ക്ക് മാലയിടുന്നു, അവിടുന്ന് അങ്ങോട്ട് വലിയ പൊല്ലാപ്പാകുന്നു. രണ്ട് ഇല്ല, ഇവിടെ ഓൾറെഡി അടിച്ചു. നായിക പറഞ്ഞിട്ട് ശബരിമലയ്ക്ക് മാലയിടുന്നു, അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ പൊല്ലാപ്പാകുന്നു. അത് ചിന്താവിഷ്ടയ ശ്യാമള. ആദ്യമേ ഇവര് തന്നെ ചോദിച്ചു വാങ്ങിച്ച റൂളാ. അടിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെ മാളികപ്പുറം ചിന്താവിഷ്ടയ ശ്യാമള. അത് പറഞ്ഞു. യാത്രക്കാര് ശ്രദ്ധിക്കും. അല്ല, അതിലും മലയെന്നാ വന്നത്. കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. ടെക്നിക്കലി സ്പീക്കിംഗ് റോയൽ വാരിയേഴ്സിന് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്.
ആലോചിച്ചു. അതെങ്ങനെ ശരിയാവും? അവരാലോചിച്ചല്ലോ. അല്ലല്ല നിങ്ങൾ ആലോചിച്ചില്ല ഇല്ല ആദ്യം അതെ അപ്പൊ നമ്മള് ജയിച്ചു. അല്ലല്ലോ, ഇല്ല, ഇല്ല, ഇല്ല. അങ്ങനെയാണെങ്കിൽ അഞ്ച് ബെല്ലടിച്ചിട്ട് ഞങ്ങൾക്ക് പറയാം. നമുക്കൊരു അവസരം തന്നു, അവർക്കൊരു അവസരം ആലോചിക്കാം. തന്നു. ആലോചിക്കാം. രണ്ട് ടീമും പറയില്ല. അല്ല, ഒരു അഞ്ച് അതെ, second അതെ, ബെല്ലടിച്ച് ആലോചിക്കാം. അതിൽ നമ്മള് ശരി പറയും. വിട്. ടോട്ടൽ കൺഫ്യൂസ് ആയല്ലോ. എങ്ങനെയും അടിക്കട്ടെ. എന്നാ പിന്നെ ഫസ്റ്റ് തന്നെ ബെല്ലടിക്കും. നമുക്ക് ഫസ്റ്റ് ശരി, നമുക്ക് അപ്പൊ ഇത് അറിയാതെ മാത്രം നമുക്ക് ബെല്ലടിച്ചാൽ മതി. ഇത് നമുക്കൊന്ന് സംയമനം പാലിക്കും. അതൊന്നും അതെ, മേടിച്ച് അതെ. പക്ഷെ കഴിക്കാൻ അവിടെ point ഇല്ല. അതൊന്നും മേടിച്ച് ഇതൊക്കെ പുറത്ത് ടിവിയിൽ ആൾക്കാരെ കാണോടാ, ഇങ്ങനെ അലമ്പാവല്ലേ. എന്ത് നിങ്ങൾ ഇത് എന്ത് ഓക്കെ. അപ്പൊ ഇപ്പൊ point ഇല്ല, point ഇല്ല, point ഇല്ല. ശരി, ഇത് പോയിന്റ് ചെയ്തായിട്ട് ഇത് point രഹിതം. അറിയാണെങ്കിൽ മാത്രം ബെല്ലടിച്ചാൽ മതി. ഈ ടീമിനെ അയാളെ പറഞ്ഞുവിടാവും. സ്വന്തം പ്രൊഡ്യൂസർ പടം പോലും അതേപോലെ അറിയില്ലെങ്കിൽ ഇയാളെ ഇനി ഞാൻ ചിന്താവിശേഷം നമ്മള് പറഞ്ഞു. പറഞ്ഞത് അവന്റെ അച്ഛൻ ഒരു അര പോയിന്റിങ് തരാം അയ്യോ, പാവം. ശരി, point അത് എടുക്കാൻ ഒരു അഭ്യർത്ഥന mark വേണ്ടി കൊടുക്കാം. ഇന്ത്യയുടെ ഇങ്ങനെ കെഞ്ചരുത് നമ്മള്. നമ്മൾ ആ, Royal വേണ്ട, Warriors- അടുത്ത ഭയങ്കര Royal Warriors ആയിട്ട് No. ഒരു അര point ന് വേണ്ടി കെഞ്ചുന്നു. ഏത് റോയൽ വാരിയേഴ്സ് പിച്ചക്കാരനാണ്? ഓരോ point കൊടുക്കാം. ഓക്കെ പാവങ്ങളല്ലേ? വേണ്ട ശരി, ശരി, ഓക്കെ. രണ്ടുപേർക്കും ഓരോരോ ഓരോ point. point. അങ്ങനെയില്ല നമ്മുടെ പോയിന്റ് വേണ്ട അതെന്താ? അവര് രണ്ടാളിലും ശരി, ശരി, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ആ. Question. നായികയെ കിട്ടാൻ വേണ്ടി ഉറ്റ സുഹൃത്തിനെ കൊക്കയിൽ വീഴ്ത്തുന്നു. നായിക ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ഉറ്റ സുഹൃത്ത് കൊക്കയിൽ വീഴുന്നു. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ രണ്ടെണ്ണം ഉണ്ട്. അത് രണ്ടും കഴിഞ്ഞ് അതെ. നിങ്ങൾ buzzer ചെയ്യാൻ പാടും. എന്നാ പറ. റോയൽ ഒന്ന് മഴവില്ല്. ആ, ഒന്ന് ഇത് പറയും, ഒരു ഇത് കൂടെ പറയും. നായിക ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ഉറ്റ സുഹൃത്ത് കൊക്കയിൽ വീഴുന്നു. അതിന്റെ ഉത്തരവാണ് പറയൂ. One, ആ, two, അല്ല, തീർന്നു. ഭാവന കൊക്കയിലൂടെ വീണ്ടും അല്ല, അല്ല, അത് ബീച്ച് നായിക, അത് നായിക. നായികയല്ലല്ലോ. നായകനാ. നായികയല്ലല്ലോ. വീണ്ടും ഞങ്ങൾക്ക് പറയാം. ഓർഡിനറി ആണോ? അല്ല, അല്ല, അല്ല. നായിക ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ഉറ്റ സുഹൃത്ത് കൊക്കയിൽ വീഴുന്നു. വീണോട്ടെ അല്ല, ഞാൻ ഒരു free entry തരാം. free entry തരാം. അങ്ങനെ ഉറ്റ സുഹൃത്തുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെ, അതെ, പുരുഷന്മാരല്ല. Friends, correct. Guys, സ്വപ്നം അപ്പൊ പോലെ വീണ്ടും correct ആണ്. 1-1. സ്വപ്നം Okay പോലെ അല്ലേ? നായിക, ഇത് നായകനാ. സുഹൃത്തുനെ ഉറ്റ സുഹൃത്ത്. അല്ലല്ലോ. Yes, ശരിയാട്ടാ. ആ. അത് അപ്പൊ നമുക്ക് ഞങ്ങൾ വന്നതല്ല. അപ്പൊ ഇത് correct ആ. വെള്ളത്തിലാണ്. കൊക്കയില് കൊക്കയിലല്ല, അത് വെള്ളത്തിലാ. കൊക്കയെന്താണെന്നറിയോ? കണ്ടോ, അതില് ഞാൻ പറഞ്ഞ ബീച്ചിലാ വീഴുന്നത് വെള്ളം. കൊക്ക എന്ന് പറഞ്ഞ താഴ്ചയിലുള്ള എന്ത് കൊക്കയുടെ താഴെ വെള്ളമാവാം, കല്ലാവാം. Steep ഞങ്ങളുടെ mountain. മനസ്സിലേക്ക് കൊക്കയില് വെള്ളമില്ല. അത് മറ്റേ മാങ്ങ പറിക്കുന്ന കൊക്ക. ഇത് കൊക്കയുടെ താഴെ വെള്ളം നമുക്ക് ഉണ്ടാവാം. 1-1. ഇപ്പൊ രണ്ട് ടീമിനും 2-2 പോയിന്റ്. ശരി, അങ്ങനെ ആക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാവേ. രണ്ട് എണ്ണത്തിന് ഉത്തരം അറിയാൻ മാത്രം അടിച്ചാൽ മതി. ഞാൻ കേട്ടിട്ട് ബസർ ആവർത്തന കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ല, ആദ്യത്തത് കല്യാണം മുടങ്ങുമ്പോൾ കല്യാണ ചെറുക്കനായി ഡോക്ടർ വരുന്ന സിനിമ. 2, കല്യാണം മുടങ്ങുമ്പോൾ കൂട്ടുകാരന്റെ പെങ്ങളെ നായകൻ കല്യാണം കഴിക്കും. പറയൂ നിഹാൽ, come on. ആദ്യത്തെ എനിക്കറിയാം. കല്യാണരാമൻ. ആദ്യത്തെ രണ്ട് മീനത്തി തല്ലി. 2 point. 2 പോയിന്റ്. 4-2. 4-2. അടുത്തത് അടുത്തത് ഹർഷബേജു, come on. You can do it. അറ്റും. എന്റെ please. ബെല്ലി നന്നായിട്ട് അടിക്കുന്നുണ്ട്. അടുത്തത് അച്ഛന്റെ പൊളിഞ്ഞ ബിസിനസ് തമിഴ്നാട്ടിൽ പോയി ശരിയാക്കുന്ന നായകൻ, അച്ഛന്റെ പൊളിഞ്ഞ ബിസിനസ് ദുബായിൽ ശരിയാക്കുന്ന നായകൻ. ഫുള്ള് കഴിയണ്ടേ? കഴിഞ്ഞ ആ, ഓക്കേ, ഓക്കേ. എടുത്ത് കുഴപ്പമില്ല, നമ്മള് വിട്ടു. ഞാൻ രണ്ട് ജേക്കബിന്റെ സ്വന്തം. റിയൽ ഫൈറ്റേഴ്സ്. ഈ പേര് നമുക്ക് തോന്നിയത്. ലാസ്റ്റ് കേട്ടോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതവര് ജയിച്ചാലും നമ്മള് ചോദിക്കട്ടെ. എന്റെ ഒന്നും ലാസ്റ്റ് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ അവര് പറഞ്ഞാലും ഞങ്ങൾ ടീമിൽ ജയിച്ചല്ലോ. അതില് കാര്യമില്ലല്ലോ, അത് അല്ല, വേണ്ട, മത്സരിക്കണം. ഞാൻ ഒരെണ്ണം കൂടി തരാം. ആ, thank you. ഒരെണ്ണം കൂടി തരാം. തരും തരും. എന്റെ ടീമിൽ 2 മണ്ടന്മാരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. Enjoy ഓക്കെ, now. ക്വസ്റ്റ്യൻ കേട്ടോ. കെട്ടാൻ വെച്ച പെണ്ണിനെ കൂട്ടുകാരനായ പാട്ടുകാരൻ കെട്ടുന്നു. ഇത് ഭയങ്കര ടഫാ. അടുത്തത് കെട്ടാൻ വെച്ച പെണ്ണിനെ അനിയന്റെ സ്ഥാനത്തുള്ള
പറഞ്ഞു തീർത്തോ? രണ്ടാമത്തെ ഇനി വായിക്കരുത്. ഇനി question വായിക്കരുത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മുന്നേ കഴിഞ്ഞ റൗണ്ടിൽ ഇല്ല, ഒരു കാര്യമുണ്ട്. മറ്റെന്തോ ഒരു കാര്യം. മലയാള അക്ഷരത്തെ വട്ടത്തിൽ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് എത്തിയപ്പോഴാണ് ഒരു മിനിറ്റ്. ഇനി question വായിക്കരുത്. ഹലോ, അതുവരെ ആൻസർ പറ. ഓ, പറ, പറ, ആൻസർ പറ, പറ, പറ. അല്ല രണ്ടാമത് ശരി, ഞാൻ ഫിനിഷ് ചെയ്യാം. നിങ്ങൾക്ക് അവരാണല്ലോ ജയിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടോ. കെട്ടാൻ വെച്ച പെണ്ണിനെ കൂട്ടുകാരനായ പാട്ടുകാരൻ കെട്ടുന്നു. ഏതാ സിനിമ? അല്ലല്ല അങ്ങനെ പറഞ്ഞു. അല്ല, ഓൾറെഡി അടിച്ചായിരുന്നല്ലോ. അടിച്ചാ. കെട്ടാൻ വെച്ച പെണ്ണിനെ അനിയന്റെ സ്ഥാനത്തുള്ള ജോലിക്കാരൻ കെട്ടുന്നു. ഓക്കെ, അതൊരു ഇച്ചിരി ആലോചിക്കണം. ഇത്തിരി ആലോചിക്കണം. ഭയങ്കര ടഫ് എന്താ പക്ഷെ നല്ല പടങ്ങൾ ഉണ്ട്. ഭയങ്കര ടഫായിട്ടുള്ള ഞങ്ങൾ അടിച്ചിട്ടില്ല കേട്ടോ, അത് ഡിസ്ക്വാളിഫൈ. ഓക്കെ, സാരമില്ല. എടാ, എന്തായാലും നിങ്ങൾ കൊടുക്കാൻ പറ്റില്ല. എന്നാ ശരി. ആദ്യം അനിയന്റെ കൂട്ടുകാരന് അല്ലല്ല, ആദ്യത്തെ കെട്ടാൻ വെച്ച പെണ്ണിനെ കൂട്ടുകാരനായ പാട്ടുകാരൻ കെട്ടുന്നു. ഓക്കെ. രണ്ടാമത്തത് കെട്ടാൻ വെച്ച പെണ്ണിനെ അനിയന്റെ സ്ഥാനത്തുള്ള ജോലിക്കാരൻ കെട്ടുന്നു. ഭയങ്കര ടഫാണ്. അത് ഭയങ്കര ടഫാണ്. പക്ഷെ ആലോചിച്ച പെട്ടെന്ന് കിട്ടും. മലയാളം ആലോചിക്കണം. പുതിയതാണോ പഴയതാണോ? പഴയതാ. പഴയത്. രണ്ട് പഴയ രണ്ടും പടങ്ങളാ. പഴയ പടങ്ങളാ. പഴയ പടങ്ങളാ. രണ്ടുപേരും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ alternate ചോദിക്കുന്നത്. അതെ അതെ അതെ, അല്ല ക്ലൂ ഉണ്ടോ? അതാ പറഞ്ഞേ. Clue പടവാ. ലാലേട്ടന്റെ പടം. ഒരെണ്ണം ലാലേട്ടന്റെ പടവും ഒരെണ്ണം ഭയങ്കര സംഗീതം ബേസ് ചെയ്തിട്ടുള്ള പടം. കേട്ടുണരും പക്ഷി. അല്ല കേട്ടോ. ഞാൻ ഒന്ന് സർഗം. അടുത്തത് ഇത് ഭയങ്കര ടഫാ. അടുത്തത് അടുത്തത്. കുറച്ചുകൂടി easy ആണ് കേട്ടോ. ലാലേട്ടന്റെ പടം. ലാലേട്ടന്റെ പടം. മറ്റേ അടുത്തത് വേലക്കാരനും അനിയന്റെ സ്ഥാനത്ത് ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള പടം. ശ്രീനിവാസൻ കെട്ടുന്നതല്ലേ? അല്ല, അല്ല അല്ല, അനിയന്റെ അല്ല. സ്ഥാനത്ത് ലാലേട്ടൻ. എനിക്ക് മനസ്സിലായി. പറഞ്ഞോ. ഭരതമാണ്. അല്ല ഈ കാളകളൊക്കെ ഉള്ള പടം. തേന്മാവിൻ കുമ്പള. അതിന് കാളകൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞത്. കാളകൾ എത്ര പടം ഞങ്ങൾക്ക് പറയാൻ കളിച്ചതാ? പറ്റൂല, കാര്യം നിങ്ങളാണ് ബെല്ലടിച്ചേ. നമ്മൾ പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല. എന്നോട് ഒരു പോയിന്റ് ഞങ്ങൾ കാളകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ബെല്ലടിച്ച് വിടുക. ഒരെണ്ണം തരാം. ഒരു ക്വസ്റ്റ്യൻ ഇതിന് ആൻസർ ഒരെണ്ണം തരാം. അന്ന് ഞങ്ങൾ വളരെ ജയിക്കും. ഈസി ആയിട്ടുള്ള ഒരെണ്ണം. നീ അത് ഞെക്കും. അടുത്ത ഞാൻ ഞെക്കാം, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ. ഒരെണ്ണം കൂടി തരാം. ശ്രദ്ധിച്ച് കേൾക്കണം. ലാസ്റ്റ് ആണ്. ലാസ്റ്റ് ആണ്. ഇതില് വിജയി ഇതില് ഇതില് വിജയിച്ചു. ഇതിലറിയാൻ പറ്റും ആരാ ജയിക്കും. അയച്ചോടാ. ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾക്കില്ലേ? നിങ്ങക്ക് ആ ഫ്രിഡ്ജിനുള്ളിലെ പ്രേതം ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം. 2 ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. പറഞ്ഞല്ലോ. ഇഡ്ഡലി ഇഡ്ഡലി സാമ്പാർ സാമ്പാർ മറ്റേ നിർത്തിയാലോ? സുരേഷ് ചേട്ടന്റെ പടം. 2. കുളിപ്പാട്ടും തീരത്ത് അങ്ങനെ ഒഫീഷ്യലി ഞങ്ങളല്ലേ പറഞ്ഞു. അത് വേണ്ട. ഞാനാണ് സുരേഷ് ചേട്ടന്റെ പടം മേഘ ഈ സാധനം വരെ ഞാൻ ഇട്ടു. അത് വേറെ പടം. കോളേജില്. ഇത് നിങ്ങളെ റോയൽ വാരീസിന് ജയിപ്പിക്കാൻ അവർക്ക് ഉത്തരാണ് പറഞ്ഞത്. അല്ല, പക്ഷെ അത് കറക്റ്റ് അല്ല. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ആൻസർ ചെയ്തിട്ട് സത്യം ചേച്ചിക്ക് വിഷമം. അല്ല ഇവര് ജയിച്ചോട്ടെ. ഒരു അവരെ കഴിവില്ലാതാക്കരുത്. നമ്മള് സർഗം പറഞ്ഞു, പിന്നെ ജോലിക്കാരനെ പറഞ്ഞു. 2 പോയിന്റ് കൊടുത്തേക്ക്. 2 അപ്പൊ 4. അപ്പൊ American rice. 6 2 അല്ല 7-4 അങ്ങനല്ല. ലൂസേഴ്സ് ഫൈനൽ. 8-4. ഒരെണ്ണം കൂടി തരാം. ലൂസേഴ്സ് ഫൈനൽ ആയിട്ട് പോകും. ആകപ്പാടെ 3 ക്വസ്റ്റ്യൻ അല്ലല്ല. ഫുൾ മാർക്ക് കൊടുത്താൽ 6 അവിടെ ഉള്ളൂ. ഇട്ടേക്ക് പോട്ടെ. അല്ല കേട്ടോ. ആദ്യത്തെ ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് അവര് 15 കൊടുത്തോ, കുഴപ്പമില്ല. അതെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അസർ അമർത്തണം കേട്ടോ. ഇല്ല ഞാൻ ആലോചിക്കായിരുന്നു എന്താണ്. സോറി. ഓക്കെ, ഇവർക്ക് ജയിക്കാൻ ഒരു ചെറിയ കച്ചിത്തിരുമ്പ് കൂടി. ഇല്ല ഇത് അവർക്ക് ജയിക്കാൻ ഒരു കച്ചിത്തെരുപ്പിന്റെ ആവശ്യമില്ല. ഇല്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അവരുടെ ആത്മാർത്ഥത കണ്ടിട്ട് പുഴയ്ക്കടിയിൽ വാറ്റൊളിപ്പിക്കുന്ന നായകൻ, പുഴയിലെ ചുഴിയിൽപ്പെട്ട് മരിക്കുന്ന ആ നായകൻ. അടിച്ചോ. ആദ്യത്തെ നാരൻ. ചെമ്മീൻ. 3-ാം പക്കം. അതാണ് ചെമ്മീൻ. പുഴയിലാണോ? ചെമ്മീൻ പുഴയിലാണോ? ഞാൻ പറയട്ടെ. പുഴയിലെ ചുഴിയിൽപ്പെട്ട് മരിക്കുന്ന നായകൻ. എന്ന് തന്നെ പോയത്. Yes! അടിപൊളി. ആ ഓക്കെ, താങ്ക് യു. Okay, officially- ചെമ്മീൻ പറഞ്ഞതാണ്. officially- അപ്പൊ officially ഞങ്ങൾ അല്ല ടൈ ആയി. ഇവിടെ 7 ഞാൻ പറഞ്ഞ മേഘ സന്ദേശത്തിന്റെ പോയിന്റ് ആണ് 6-നും 7-ഉം. അപ്പൊ അവിടെ പറഞ്ഞ ഇതിന്റെ പോയിന്റ് ഇങ്ങോട്ട് വരും. ഈ tie break ചെയ്യാൻ ഞാൻ വിചാരിച്ചു. ഇത് ഇതിൽ ജയിക്കുന്നത് അടുത്ത ആരാണ്? game ആണ്. ഇതിൽ അടുത്ത ഉത്തരം പറയുന്നത് game. ജയിക്കും. ഇതിൽ ടൈ. അടുത്ത ഗെയിമിൽ പോകാം. അടുത്ത game പോകാം. ഓക്കെ, അല്ല ഇത് ഒന്നും അല്ല ഒരെണ്ണം കൂടെ ചോദിക്കട്ടെ. നിങ്ങൾ തോക്കും. ഞങ്ങൾ ജയിച്ചോട്ടെ. ലാസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇല്ല. ഇതിൽ ഉത്തരം പറയുന്നത് ജയിക്കും. വളരെ എളുപ്പമാണ്. വളരെ പോപ്പുലർ ആയ സിനിമകളാണ്. എല്ലാ ഓഡിയോ സിനിമകളാണ്. സ്പിരിറ്റ് കടത്തുന്ന ചേട്ടൻ, അനിയൻ പോലീസ്,
മധുരയിൽ ഗുണ്ടയായ ചേട്ടൻ അളിയൻ പോലീസ്. റൺവേ ആ, അടുത്ത റൺവേ ആ ബാക്കി കുറച്ചായി പറ. പറയണ്ട പ്ലീസ്. മധുരയിൽ ഗുണ്ടയായ ചേട്ടൻ അളിയൻ പോലീസ്. ഇത്രയും simple. അളിയൻ പോലീസ് അളിയൻ മധുര രാജ രാജ. ഞാൻ കൗണ്ട് ചെയ്യും. വീണ്ടും 1 month. ഇനി അതൊന്നും ഇത് സമ്മതിക്കില്ല. കഥ തുടരും, ഇത് കഥ തുടരും. എന്നാ ഓക്കെ, ഞങ്ങളുടെ ചെയ്യാൻ എന്തായാലും ഇതിൽ കഴിവ് തെളിയിച്ചത് 7-7. അല്ലെങ്കിൽ റിയൽ ഫൈറ്റേഴ്സ് ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അടിപൊളി. അത് അംഗീകരിച്ചേ പറ്റി, സത്യസത്യമാണ്. അപ്പൊ ഞങ്ങളുടെ വെൽഡർ ചതിച്ചു. ചെറിയൊരു ടാസ്ക് ഉണ്ട്. അതായത് നീരജ് മാധവ് വളരെ ആദ്യത്തെ പടം പൊട്ടിയ ഒരു സംവിധായകനാണ്. ഓക്കെ, ഒരുമാതിരി തോന്നിയ സംവിധായകൻ. ഞാൻ വേണ്ട ഇവനാക്കി. ആ, ശരി, ശരി. ആദ്യത്തെ പടം പൊട്ടിയ സംവിധായകനാണ്. രണ്ടാമത്തെ പടം ത്തിന്റെ കഥ പറയാൻ വേണ്ടിയിട്ട് അജു വർഗീസ് എന്ന സൂപ്പർ സ്റ്റാറിനെ കാണാൻ പോവുകയാണ്. സിനിമയുടെ കഥ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് ആക്രമിക്കാൻ വരുന്ന ഏലിയൻ, അവരിൽ നിന്ന് രക്ഷ നേടാൻ പടയാളിയായിട്ട് വരുന്ന അജു വർഗീസ്. ഇതാണ് കഥ. ഇത് ഇദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല, കാരണം ഇദ്ദേഹം വളരെ ധനാഢ്യനും അഹങ്കാരിയുമായിട്ടുള്ള സൂപ്പർ സ്റ്റാറാണ്. ഇദ്ദേഹത്തെ മുഖത്ത് നോക്കി നിഷ്കളങ്കമായ സംവിധായകനായ സുബിനും പ്രഗത്ഭനായ തിരക്കഥാകൃത്തായ നീരജ് മാധവും ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള ഒരു അസിസ്റ്റന്റ് ആയ ആർഷയും കൂടി കൺവിൻസ് ചെയ്ത് അജുചേട്ടനെ കൊണ്ട് ഈ സിനിമ സൂപ്പർ സമ്മതിപ്പിക്കണം. സ്റ്റാർ ആവാൻ ഇവനാ ബെസ്റ്റ്. ചെയ്യണ്ട കൺവിൻസ് ചെയ്യണം. ഇതിപ്പോ ജയിച്ച ടീമിന് പണിഷ്മെന്റ് ആയില്ല. കുഴപ്പമില്ല, പോട്ടെ. എന്താണ് നിരസ് സാർ അതങ്ങനെ ഒറ്റ വാക്കിൽ അങ്ങനെ പറയരുത്, ചെയ്യില്ലെന്ന്. നല്ല കഥയാണ്. കാര്യം പറ. എനിക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്. എന്റെ ടീം കഥ കേട്ടിട്ട് ഞാൻ അതെ പച്ചാളം പാസ് ഇവര് കഥ ബിൽഡ് ചെയ്തെടുത്തോ. ഇവര് കേട്ട കഥകള്, അപ്രൂവ് ചെയ്ത കഥകള് ഞാൻ പിന്നെ റിജക്ട് ചെയ്യും. അല്ല, ഞാൻ പിന്നെ അപ്രൂവ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഇവരുടെ അടുത്ത് പറയാം, ഇവരുടെ അടുത്ത് പറയാം. നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് ഈ ഏലിയൻസ് അറ്റാക്ക് ചെയ്യുന്ന നമ്മുടെ കേരളത്തിലാണ്. കാരണം കേരളത്തില് ഈ ഏലിയൻസിന് ഇഷ്ടമുള്ള എന്നാണ് ഷൂട്ട്, എന്നാണ് ഡേറ്റ്? ഷൂട്ട് നമ്മൾ പ്ലാൻ സാറിന്റെ ഡേറ്റ് ആണ് അത് സാർ ഈ വർഷം കഴിഞ്ഞ റാപ്പിന് ആൾക്കാരില്ലായിരുന്നല്ലോ. ഇത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലാണ് അതെ. ആദ്യമായിട്ടാണ് അവിടെ ഹർത്താൽ ആയതുകൊണ്ട് ആളില്ലായിരുന്നു. നമുക്ക് ഡിസംബറിൽ സെറ്റ് ആക്കാൻ പറ്റും. ഡിസംബറിൽ ക്രിസ്മസ് ആണല്ലോ. അധികം ജാനുവരി നമുക്ക് ഡേറ്റ്സ് ഉണ്ട്. എപ്പോ വേണമെങ്കിലും സാറിന് ഓക്കെ, നിങ്ങൾ തന്നില്ലല്ലേ ആരാ ഡയറക്ടർ? സാറ് പറയുന്നത് കഥ ഡയറക്ടറാണ്, കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഞാൻ കൺട്രോളറായി. ഈ കേരളത്തിൽ സുലഭമായിട്ട് ലഭിക്കുന്ന തേങ്ങ ഇഷ്ടമുള്ള കുറച്ച് ഏലിയൻസ് ആണ് കേരളത്തിലോട്ട് വരുന്നത്. ഈ ഏലിയന്റെ ക്യാരക്ടറാണോ എൻജോയ് സാർ? തേങ്ങ പറിക്കാൻ വരുന്ന ഏലിയൻ. അപ്പൊ അവര് അത്രയും അതായത് കേരളത്തിലുള്ള ഒരുവിധമുള്ള എല്ലാ പറമ്പിലെ തേങ്ങയും നമ്മുടെ ഏലിയൻസ് പറിച്ചു തിന്നു. ഇനി ആകപ്പാടെ ഉള്ള നമ്മുടെ നായകന്റെ 25 ഏക്കറാണ്. നായകൻ എന്ന് പറയുന്ന ഒരു തറവാട്ടില് 50 ഏക്കറിൽ കുറഞ്ഞുള്ള പറമ്പിലും തേങ്ങ വെച്ച് റാപ്പ് കുടിക്കാൻ നമ്മുടെ തെങ്ങിൻ തോപ്പിലോട്ട് ഏലിയന്റെ കാലെടുത്ത് അവിടെയാണ് ഇന്റർവെല്ല്. സെക്കൻഡ് ഹാഫ് ഫുള്ള് നമ്മുടെ നായകൻ ഏലിയനെ എതിരെ ഉള്ള ഒരു യുദ്ധം. ഈ ഏലിയനായിട്ട് ആരാ അഭിനയിക്കുന്നത്? സാറിന്റെ കൂടുള്ള ആർക്കെങ്കിലും അഭിനയിക്കും. സാറിന് ആര് വേണോ സജസ്റ്റ് ചെയ്യാം. എനിക്ക് എന്നെ അഭിനയിക്കാൻ പടമില്ല, എപ്പോഴാണ് ഇവരൊക്കെ പടം? വേണമെങ്കിൽ അതും സാർ ചെയ്തു. അതെങ്ങനെയുണ്ട്? ഡബിൾ ഏലിയന് ഞാൻ, അതെ, നായകന് ഞാൻ. ഭയങ്കര കോൺട്രാസ്റ്റ് ആയിരിക്കും. ഏലിയൻ ഒരു റാപ്പിടാം. പ്രൊഡ്യൂസർ ആരാ? പ്രൊഡ്യൂസർ വന്നിട്ടുണ്ടോ? പ്രൊഡ്യൂസർ ഇതാണോ പ്രൊഡ്യൂസർ? കാശുണ്ടോ കയ്യില്? ഞാൻ ഹീറോയിനായിട്ട് ആക്ട് ചെയ്യാൻ ഓക്കെ. അതിന്റെ അത് ഞങ്ങൾക്ക് ഓക്കെ അല്ല, നമ്മളെ പ്രൊഡ്യൂസർ ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. US നിന്നാണോ? അവിടെ എന്താ ജോലി? അവിടെ ബെല്ലടി ഡോളറാണോ? ഡോക്ടറാ? ഡോക്ടേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ശൃംഖലയാണ്. ഓർഗൻ സപ്ലൈ ആണോ ഉദ്ദേശിച്ചത്? എന്തും എല്ലാം ഉണ്ട്, കളക്കടത്തുണ്ട്. വലിയ വിഭാഗം. അല്ല, സാറിന്റെ എക്സ്പോർട്ട് നമുക്ക് യുഎസിലേക്ക് ആക്കാം. അങ്ങോട്ടൊരു ചാനൽ ഇടാം. യുഎസിൽ എവിടെയാണ്? സാറിന് US-ൽ ഒരു ഷോ നടത്താൻ മാഡം എല്ലാം ചെയ്തു. എല്ലാ സഹായം സൂപ്പർ സ്റ്റാർ വീണു. ഓക്കേ പറയാൻ പോവാണ്. US ഷോ ഉണ്ടല്ലോ.
അങ്ങനെയാണ് എന്റെ പിള്ളേരെ കൊണ്ടുപോകണം. Yeah. എന്റെ ആക്ടിങ് കോച്ച് ബിസിനസ് ക്ലാസ് റെഡിയാക്കാം. ബിസിനസ് ക്ലാസ്. പിന്നെ പിള്ളേര് വേറെ കേട്ടോ. ഞങ്ങളാണ് ഉദ്ദേശിച്ചത്. പുള്ളിക്ക് 5 മക്കളാണ്. എല്ലാവർക്കും ഫുൾ ഫാമിലി ബിസിനസ് ക്ലാസ്. ആണോ? ബിസിനസ് ക്ലാസ്. അപ്പൊ സാർ നമുക്കിത് ഡിസംബറിൽ അമേരിക്കയിൽ ഷൂട്ട് പ്ലാൻ ചെയ്തല്ലോ. തെങ്ങിൻതോപ്പ് മാത്രം അവിടെ സെറ്റ് ഇടാം. അവിടെ ഗോൾഫ് കോഴ്സ് സെറ്റ് ഇടാം. സാറിന് ഗോൾഫ് കളിക്കാം. മനസ്സില്ലാതെ മനസ്സോടെ മനസ്സിലാതെ സമ്മതിച്ചു. സമ്മതിക്കണം. അവസാനം ഈ തേങ്ങകളെല്ലാം സാറിന്റെ നെഞ്ചോട് കഥ എന്റെ ഓ മൈ കോക്കനട്ട്. അവിടെ കഥ എന്റെ. ശരി, അഡ്വാൻസാ. ഇങ്ങനെ കൺവീൻസ് ആയി സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ പ്ലൂട്ടോ എന്ന് പറയുന്ന ഇതിനിടയിൽ വരുന്ന കമന്റ് എന്ന് അറിയോ, നല്ല ബോർ ആക്ടിങ്. ഇദ്ദേഹം അല്ലു അർജുനൊപ്പം ഡാൻസ് ചെയ്തത് ലൈവായി കണ്ടിട്ട് അവിടെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു അവാർഡ് ഷോന്റെ കഥ അജു ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. രവി തേജരോട്. രവി തേജയുടെ കൂടെ എന്തായിരുന്നു പുള്ളിയുടെ വീട്ടില് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പബ്ലിക്കായിട്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്തപ്പോ. ഒന്ന് പബ്ലിക്കായിട്ട് ഒന്നുകൂടി പറയാം. ഇല്ലില്ല, ഞാനത് കണ്ടൊന്നുമില്ല. അല്ലു അർജുൻ അദ്ദേഹത്തിന്റെ അനിയൻ നടത്തുന്ന പാർട്ടിയായിരുന്നു. അങ്ങോട്ട് ഇൻവിറ്റേഷൻ പുള്ളിക്ക് ബണ്ണീസ് പാർട്ടി എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ തമാശ എന്ന് വെച്ചാൽ ഇവൻ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ബണ്ണീസ് പാർട്ടിക്കാരും പോകുന്നില്ലേ? നമ്മൾ പറഞ്ഞു ഇല്ല, നമ്മളല്ല. അല്ല, ഐ ആം ഇൻവൈറ്റഡ്, എന്നെ വിളിച്ചിരുന്നു. അപ്പം മക്ബൂൽ അങ്ങോട്ട് വന്നു. ഈ എന്നിൽ നെഞ്ചിലെ പാടിയ മക്ബൂൽ. മക്ബൂൽ വന്നിട്ട് 2016 കഥ കേട്ടോ. 15 മക്ബൂൽ വന്നിട്ട് പറഞ്ഞ അല്ല, അപ്പം നിന്നെ ആര് വിളിച്ചു? അപ്പൊ ആരായിരുന്നു ആക്ടർ? അഭിരാമി പറഞ്ഞു എന്നെ ഇൻവൈറ്റ് ചെയ്തു അങ്ങോട്ട് പോവാൻ. മക്ബൂൽ പറഞ്ഞല്ല, അഭിരാമി പറഞ്ഞത് വി ആർ ഗോയിങ് ടു ബട്ട് ഫോർ ബണ്ണീസ് പാർട്ടി എന്നല്ലേ, ആർ യു കമ്മിങ് എന്നല്ലല്ലോ ചോദിച്ചത്. നിങ്ങൾ കേട്ടത് ആർ യു കമ്മിങ് ഫോർ എന്നാണ് ചോദിച്ചത്. അങ്ങനെ പുള്ളി അവിടെ പോയി. പുള്ളിക്ക് പിന്നെ ഡാൻസ് അറിയാലോ, ഡാൻസ് കളിച്ച്. അപ്പൊ അവിടെ അനിരുദ്ധിനെ കണ്ട കഥയൊക്കെ ഉണ്ട്. അനിരുദ്ധ് അവിടെ എന്തൊക്കെയോ പാവം ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോ എന്തുകൊണ്ട് അനി ബ്രോ എന്നൊക്കെ ചോദിച്ചു. അല്ല, എനിക്ക് അന്ന് പറഞ്ഞ ചീത്തോളിയൊക്കെ അറിയില്ല. എനിക്ക് രവി തേജ അറിയാം. പക്ഷെ ഞാൻ ആദ്യം ഒരാളായിട്ട് ഭയങ്കര ഡാൻസ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ദേവിശ്രീ പ്രസാദ് എന്ന് മനസ്സിലായത്. അപ്പോഴേക്കും ഞാൻ മേശയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. അങ്ങേരുടെ വീട്ടില് അങ്ങേരുടെ മേശയുടെ മുകളിലാണ്. ഫൺ ടൈംസ്. ഹൗസ് പാർട്ടി ആയിരുന്നു ഈ ഷോസ് കഴിഞ്ഞ്. നന്നായി ഡാൻസ് ചെയ്തോണ്ട് അവരെല്ലാം എൻകറേജ് ചെയ്തോണ്ട് അങ്ങനത്തെ ഒരു പാർട്ടി അല്ലാതെ കുറച്ചും കൂടി അവൻ ചാമ്പ്യൻ ആയിരുന്നു. എനിക്കൊന്ന് കൊന്നു കളഞ്ഞു. അതുകൊണ്ട് ഈ തെലുങ്കിലും ഒരു കൈ നോക്കാല്ലേ. ഇത് പണ്ട് ഇവരെയൊക്കെ കാണാനുള്ളൊരു ഉണ്ടായിരുന്ന സമയത്ത് ഒരു അവസരം കിട്ടിയപ്പം ഒരു ആഫ്റ്റർ പാർട്ടിയിലോട്ട് ഒരു ക്ഷണം ഉണ്ടായിരുന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ ഉള്ള ആള് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കൂടെ പോയതാ. പക്ഷെ ഇവരൊക്കെ വിചാരിച്ച എന്താന്നറിയാം, ഞാൻ എന്നെ പടി പോലും കടക്കാൻ സമ്മതിക്കാതെ തിരിച്ചു വരുമെന്ന്. അങ്ങനെ എന്നെ പുച്ഛിച്ച് ഞാൻ പോയി വന്ന് ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പം ഇളിഞ്ഞ്. മനസ്സിലായി? അപ്പൊ അന്ന് മുതൽ ഇവര് പുച്ഛം കുറയ്ക്കാൻ തുടങ്ങി. ഫൈനലി പ്ലൂട്ടോയെ പറ്റി പ്ലൂട്ടോയുടെ നായകൻ രണ്ട് വാക്ക് സംസാരിക്കുന്നു. 2 വാക്ക് ആൾക്കാര് ഈ ഇന്റർവ്യൂ ആരും കാണരുത്. ഇത് കണ്ടത് നിങ്ങൾ പിന്നെ പടം കാണില്ല. അതുകൊണ്ട് ഇത് പകുതി കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് സഭ്യമായതും അനുയോജ്യമായതും മാത്രം പുറത്തു വിടുക. എന്നിട്ട് നിങ്ങള് വേറെ ഏതെങ്കിലും എനിക്ക് ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടെ മാന്യന്മാരായിട്ടുള്ള കുറച്ചുകൂടെ ഇവരുടെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പറ്റും. അതാണ് പോയിന്റ്. മാക്സിമം സ്പോർട്സ്മാൻഷിപ്പും കൈയടക്കം നിലനിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ എല്ലാരും സംയമനം പാലിച്ചോ എന്ന് എനിക്ക് അറിയില്ല. പ്ലൂട്ടോയെ പറ്റി പ്ലൂട്ടോ പറയും. പ്ലൂട്ടോ പറ. അതില് പറഞ്ഞോ? അല്ല, ഞാൻ വരെ പറയട്ടെ. ഇപ്പൊ ഡാൻസ് കളിക്കുന്ന, ഫൈറ്റ് ചെയ്യുന്ന, സ്വാഗ് ഉള്ള ഇന്ത്യയിലെ പ്ലൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഇന്റർവ്യൂ പോലെയല്ല, ഭയങ്കര ഫണ്ണാണ്. ഈ സെഗ്മെന്റ് പോലെയല്ല. ഇതിപ്പോ ഇത്തിരി ചീഞ്ഞ കോമഡി അല്ലേ, അതിനകത്ത് കുറച്ചുകൂടെ നല്ല കോമഡിയാണ്. അതിനകത്ത് കുറച്ചുകൂടി നല്ല അഭിനയമാണ്, കുറച്ചുകൂടി നല്ല കഥയാണ്. നേരത്തെ അഭിനയിച്ചൊരു കുറ്റബോധം. അപ്പൊ അതുകൊണ്ട് അത് ഇത് കണ്ടിട്ടുള്ള വിഷമം ആ പടം കണ്ടു കഴിഞ്ഞാൽ മാറും. ഇതില് പറഞ്ഞ പോലത്തെ കഥയല്ല. വേറെ നല്ല ഇനിയും നമ്മളുടെ കുറെ പടങ്ങൾ വരണമെങ്കിൽ ഈ പടം ഹിറ്റാണ്. പറഞ്ഞു കൊടുക്കടാ. ഈ പടം എല്ലാരും പോയി പറയടാ. പ്ലൂട്ടോ എന്ന് പറഞ്ഞ പടം അപ്പൊ ജൂലൈ 30 തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പൊ എല്ലാരും പോയി കാണണം.
ഫാമിലി ആയിട്ട് പോയി കണ്ട് ഒരു 2 മണിക്കൂറോളം ഒരേപോലെ ഇരുന്ന് ചിരിച്ച് സന്തോഷിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന സിനിമയാണ്. സുധിരണ്ണനോട് യോജിക്കുന്നു. റിയൽ റോയൽ വാരിസിന് എതിർപ്പൊന്നുമില്ല. ഞങ്ങൾക്ക് നല്ല സിനിമ ആയിരിക്കും. നീലചേട്ടൻ പറഞ്ഞ കണക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട പടമാണ്. വേണ്ടി കാത്തു നിൽക്കരുത്. അപ്പൊ സിനിമ വിജയിക്കട്ടെ. താങ്ക് യു. അപ്പൊ എന്തായാലും സിനിമ വിജയമായി തീരട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക് യു. ഓക്കെ.